ഗൈസ് നമ്മളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ. അത് നേരത്തെ ഞങ്ങൾ വരുന്ന കേട്ടോ. സോനമോള് ഡ്രസ്സ് മാറ്റി, ഞാനും ഡ്രസ്സൊക്കെ മാറിക്കണേ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, മേക്കപ്പ് ഇടാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ടൈം രാത്രി 8 മണിയാണ് കേട്ടോ. 8 മണിക്കാണ് നമ്മൾ മാറ്റാൻ നിന്നിട്ടുള്ളത്. 8:25 നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ എൻ്റെതും സോനൻ്റെ ഏകദേശം കഴിഞ്ഞ് ഷാനിമോൾ ഡ്രസ്സിങ് കഴിഞ്ഞ് ഇനി മുടി കെട്ടാൻ അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഷാനിമോളുടെ ബാഗാണ് കേട്ടോ. ഈ ബാഗാണ് ഷാനിമോൾ എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ അതിലാണ്. പിന്നെ എൻ്റെ ബാഗ് ഇതാ ഈ ബ്ലൂ കളർ കേട്ടോ. സോന പിന്നെ ചെറിയൊരു ഹാൻഡ് ബാഗുമാണ് എടുത്തത്. നമുക്ക് എറണാകുളം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാനും അനിയനും മക്കളും കൂടിയിട്ടാണ് പോകുന്നത്. നമ്മൾ ബസ്സിനാണ് പോകുന്നത്. ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മാറ്റിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങണം കേട്ടോ. ടൈം ലേറ്റായി പറഞ്ഞാൽ അനിയൻ വേജാറ് കൂട്ടുണ്ട്. അപ്പോൾ അത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ വീഡിയോ എടുക്കണ്ടാവും. ഉമ്മച്ചി ചീത്തറാണ്, ഒരു വൈക്ക് പോകുന്ന സമയത്ത് എൻ്റെ വീഡിയോ എടുക്കല് നോളാവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോസും ഒക്കെ എടുത്ത് ഇറങ്ങാൻ പോകണം കേട്ടോ. ഇതിപ്പോൾ റീലെടുക്കുന്ന ഒരു പിരാന്താണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സ്കൂട്ടിയിലാണ് പോയത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അനിയത്തിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ റൂമിൻ്റെ ജനൽ തുറന്നിട്ട് കണ്ടിട്ട് സോന പറയാണ് നൈലനും കൂടി എടുത്തിട്ട് പോവാന്ന്. ഫൈനലി നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. KSRTC സ്റ്റാൻഡിലാണ്. അപ്പോൾ നമ്മൾ AC ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 6 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനൊക്കെ സമയമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ AC ബസ് ബുക്ക് ചെയ്ത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. നമ്മളെ ബസ് എന്ന് പറയുന്നത് 11 മണിക്കാണ്. അപ്പോൾ അതുവരെ നമുക്ക് ടൈം ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം 10:40 ആയ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് മൂത്രയ്ക്കാണെന്ന് പറഞ്ഞ് മൂത്രയ്ക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. 4 മണി 11 മണിക്ക് നമ്മൾ കയറിയ 4 മണിക്ക് നമ്മളവിടെ ഇറങ്ങുള്ളൂ കേട്ടോ. അതുവരെ ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ ബസ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മളെ ബസ് എത്തിയിട്ടില്ല. കുറേ ബസ്സുകൾ വരുന്നതും പോകുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടുണ്ടോ ഈ ഒരു ടൈമിലൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു. പക്ഷേ ഒരുപാട് യാത്രക്കാരുണ്ട് കേട്ടോ ആ സമയത്തും അവിടെ. ഫൈനലി നമ്മളെ ബസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ റെഡ് AC ബസ്സിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ തിരക്കി കയറേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ബുക്ക് ചെയ്തതുപോലെ മാത്രമേ കയറ്റുള്ളൂ. ബുക്കിംഗ് സീറ്റുകളാണ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ സീറ്റ് എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പോൾ മക്കളും എല്ലാവരും ആകാംക്ഷയിലായിട്ട് നിൽക്കണേ. കാരണം ആദ്യമായിട്ടാണ് AC ബസ്സിൽ കയറുന്നത്. അത് മാത്രമല്ല ഇത്രയും 6 മണിക്കൂറൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ബസ് നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബസ്സിൽ കയറാൻ ബസ് ബുക്ക് ചെയ്ത സമയത്ത് വന്ന PDF ഡൗൺലോഡ് ചെയ്ത് കാണിച്ച് നമ്മളെ സീറ്റിൽ നമ്മൾ പോയിരിക്കണം കേട്ടോ. നമുക്ക് ആ ഒരു സീറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും സീറ്റ് അടുത്തടുത്ത് തന്നെ ഉണ്ടോ. 3 സീറ്റ് നമ്മൾ ബുക്ക് ചെയ്തത്. ആ 3 സീറ്റും ഒരേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീനർ പോയിട്ട് ബാക്കിലൊക്കെ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AC ആയതുകൊണ്ട് തന്നെ ഷാനിമോൾക്കും സോനമോൾക്കും ഓവർ തണുപ്പായിട്ടുണ്ട്. പൊതുവേ നമ്മൾ അത്രയും ടൈം പുറത്ത് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ ബസ്സിൽ ACയും കൂടി ഓവർ തണുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ നമ്മൾ ബ്ലാങ്കറ്റ് ഉണ്ടായിട്ടുണ്ടാവും, അത് പൊതിച്ച് കിടക്കണം. അങ്ങനെ അതാ ഇപ്പോൾ ബസ് ഓടിക്കൊണ്ടിരിക്കണ്ടോ. ടൈം 12 മണി ആവാറായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ അവർക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഏകദേശം ടൈമായി 12 മണിയൊക്കെ ആയ സമയമായപ്പോൾ ക്ലീനർ വന്നിട്ട് ഷാനിമോളെ അപ്പുറത്തെ സീറ്റിലും സോനമോളെ ഇപ്പുറത്തെ സീറ്റിലും കിടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. ആ 2 സീറ്റ് ഒഴിവായിരുന്നു. അങ്ങനെ അത് അവർ 2 പേരും 2 സീറ്റിൽ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. സമയം ഏകദേശം 1:45 2 മണി ആവാറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ തൃശ്ശൂർ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ. ഏതായാലും സോനമോള് നമ്മൾ കാലിക്കറ്റിൽ നിന്ന് കിടത്താണ് കേട്ടോ. ഒരു അഡ്രസ്സില്ല, നല്ല ഉറക്കണേ. ഇപ്പം നമ്മുടെ ബസ് തൃശ്ശൂർ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ ഉള്ളത്. KSRTC സ്റ്റോപ്പിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ആളുകൾ കയറാണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ കയറിയ ശേഷം നമ്മൾ ഇവിടുന്ന് ബസ് വീണ്ടും സ്റ്റാർട്ടായിട്ടോ. അങ്ങനെ നമ്മൾ സുഖമായിട്ട് സുന്ദരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ഉറക്കി വരുന്നതുകൊണ്ട് കുറേ സമയം നമ്മൾ ഉറങ്ങാണ് കേട്ടോ ഉണ്ടായത്. അതിൻ്റെ ഇടയിലൊക്കെ ചില ഷൂട്ടുകളൊക്കെ ഞാൻ ചെയ്തു എന്നല്ലാതെ. ഫൈനലി നമ്മൾ അങ്കമാലി സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ട ലൊക്കേഷൻ. അപ്പം നമ്മളങ്ങ് ഇവിടെ ഇറങ്ങി. ഇനിയിപ്പോൾ ടൈം ഒരുപാട് ബാക്കിയുണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ബാക്കിയുണ്ട്. 3-4 അവർ വീണ്ടും ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഇറങ്ങിയ ശേഷം മക്കൾക്കൊക്കെ ഉറക്കഭ്രാന്തിലാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി ഫ്രഷ് ആവണം. ഫ്രഷായി ചായയൊക്കെ കുടിക്കണം. എന്നിട്ട് നമുക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 6 മണിയാകുമ്പോഴേക്ക് നമ്മൾ സ്ഥലത്തേക്ക് എത്തിയാൽ മതി.
അപ്പോൾ ഇത് നമ്മൾ ഫ്രഷായി ചായയൊക്കെ കുടിച്ചു എല്ലാം കഴിഞ്ഞ് സെറ്റായി അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫൈനലി നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടു. നമ്മളിവിടെ എത്തിയപ്പോൾ 5:15 സമയം. പക്ഷേ കുറച്ച് സമയം നമ്മളിവിടെ റെസ്റ്റ് എടുത്തു. ഇപ്പോൾ ടൈം 6 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടിക്ക് പോകുക. ഫൈനലി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ, ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ മെട്രോ കയറാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഇനിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ ഹാപ്പി മൂഡുകൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ മെട്രോ കയറാനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാച്ചിലാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് കുറച്ച് ടൈമിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അതിൽ കയറി അത്രയും സമയം നമുക്ക് ലാഭമായിട്ട് കിട്ടും അത് വിചാരിച്ചിട്ട് ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗ് മെട്രോ കയറിയതും നമ്മൾ വാട്ടർ മെട്രോ കയറിയതും ലുലു മോളിൽ പോയതും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗിനായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു.